നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ്കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റവ ഉപ്മാവാണ്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് ഉപ്മാവ് വളരെ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, ഒരു വലിയ സവാള നുറുക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ പീസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ടാകും, അതൊന്ന് എടുത്തിട്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല, അല്പം നേരം മാത്രം വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റ്, പച്ചമുളക്, ചിക്കൻ ഇവ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് വഴറ്റാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് കോരി മാറ്റാം. ആ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. അതിനകത്തേക്ക് ഈ 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണ്. ഒന്നും കൂടി 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയം വറുത്ത് പോവരുത്, പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ ചേർത്താലും മതി. 2 ആയാലും ഓരോ ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ അളവ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല സ്വാദായിരിക്കും. അപ്പം ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പുറത്തേക്കൊക്കെ തെറിക്കും, കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, കുറച്ചും കൂടെ ഇങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് അളവ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവനും നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് മൂടി ആവിയേറ്റിയെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കോരി മാറ്റിയ ചിക്കനും വെജിറ്റബിൾ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് പകരം നമുക്ക് മുട്ട ആഡ് ചെയ്യാം, വേവിച്ച ചെമ്മീനോ ബീഫോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വേറെ പച്ചക്കറികൾ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റവ ഉപ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.